മലപ്പുറം സ്വദേശിയുടെ ഇരട്ടക്കൊലപാതക വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് കഞ്ചാവ് ബാബുവിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയത്. കൂടുതൽ ബാബുമാരിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ ഇരട്ടക്കൊലപാതക വെളിപ്പെടുത്തലിലാണ് അന്വേഷണ സംഘം കുടുങ്ങിയിരിക്കുന്നത്. 1989 നടന്ന കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ കൂട്ടാളി കഞ്ചാവ് ബാബുവിനെ കണ്ടെത്തൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കടുത്ത വെല്ലുവിളിയാണ്. കഞ്ചാവ് ബാബു എറണാകുളം സ്വദേശിയാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞുള്ള അറിവേ പോലീസിനുള്ളൂ. കോഴിക്കോട് നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഒരു ബാബുവിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അയാൾ 10 വർഷം മുമ്പ് മരിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കൂടരഞ്ഞി കൊലപാതകത്തിൽ 1986 മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ SI തോമസിനെ തേടി അന്വേഷണ സംഘം എറണാകുളത്തെത്തി. കൂടരഞ്ഞി കൊലപാതകത്തിൽ മുഹമ്മദ് അലിയുടെ മൊഴി യോജിക്കുന്നില്ലെങ്കിലും വെള്ളയിൽ സംഭവത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. മുഹമ്മദ് അലി പറഞ്ഞ 2 മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വെള്ളയിൽ കൊലപാതകത്തിന്റെ FIRഉം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നടക്കാവ് സ്റ്റേഷനിൽ പരിശോധന തുടരുകയാണ് അന്വേഷണ സംഘം. കൂടരഞ്ഞി കേസിൽ പുതുതായി FIR ഇടേണ്ടിവരും. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ TK അഷ്റഫിന്റെ നേതൃത്വത്തിൽ 2 ടീമായാണ് അന്വേഷണം. അമൃത ന്യൂസ്, കോഴിക്കോട്.